അറിഞ്ഞോ, ഗോൾഡൻ സിറ്റിയിലെ ആ കാർലോസ് കുറുക്കനെ ഓർക്കുന്നില്ലേ? പിന്നെ എനിക്കറിയാന്നേ. ആ, അവനെ സർക്കസ് കമ്പനിക്കാർ പിടിച്ചുകൊണ്ടുപോയി പല പല അഭ്യാസങ്ങൾ പഠിപ്പിച്ചു അത്രേ. അത് ശരി, കൊള്ളാമല്ലോ. ആ, അവനിപ്പോ ആ സർക്കസുകാരുടെ ഒരു ബുള്ളറ്റ് അടിച്ചോണ്ടാ വന്നിരിക്കുന്നെ. എങ്കി നമുക്കൊന്ന് അവനെ പിടികൂടിയാലോ? എന്തിന്? ബുള്ളറ്റ് അടിച്ചെടുക്കാനാ? ബുള്ളറ്റ് മാത്രമല്ല, ആ കുറുക്കനെ നമുക്ക് കസ്റ്റഡിയിലാക്കണം. തീർന്നില്ല, അവൻ പല പല ഭാഷകൾ പഠിച്ചെന്നാ കേൾക്കുന്നത്. ഓഹോ, എങ്കി പിന്നെ ഒന്നും നോക്കാനില്ല. വേണ്ടി വന്നാൽ ഒരു സർക്കസ് കമ്പനി തന്നെ നമുക്കങ്ങ് തുടങ്ങിക്കളയാം. ആ, അപ്പോ പിന്നെ ബഫൂണിനെ വേറെ അന്വേഷിക്കണ്ട അല്ലേ? ടീനെ, വേണ്ട വേണ്ട, അത്രയ്ക്കങ്ങ് കൊച്ചാക്കണ്ട. ഈ പെയിന്റർ റോക്കി ആരാണെന്നാ നിങ്ങളുടെയൊക്കെ വിചാരം? പണ്ട് ഞാൻ ലഡാക്കിലായിരുന്നപ്പോ. എന്റെ പൊന്നോ, വെടി വെടി. അതേടാ, വെടി തന്നെ വെടി. ഒരു പട്ടാളക്കാരന് തോക്കും വെടിയൊന്നും പുത്തിരിയല്ല. അതിന് റോക്കിച്ചേറിന്റെ പട്ടാളത്തിൽ അരിവിപ്പായിരുന്നെന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. എന്റെ ടീന മോളെ, അന്നവിടെ അടുപ്പിൽ തീ കൂട്ടുന്നത് തീപ്പെട്ടി ഒരച്ചൊന്നും അല്ല. പിന്നെ തോക്കെടുത്ത് അടുപ്പിലേക്ക് വെടിവെക്കും. അങ്ങനെയാ തീ പിടിപ്പിക്കുന്നത്, അറിയാമോ? ഓ, അത് ശരി. വീണ്ടും പുകയില്ലാത്ത വെടി. അല്ല മോളെ, അസൽ വെടി. എന്താ എന്റെ ഒരു ഉന്നം! മേജർ സാവനും ബ്രിഗേഡിയർ സാവനും നല്ല കാട്ടുപോത്തിനെ വെടിവെച്ചിട്ടിട്ട് ആഴ്ചതോറും പോത്ത് ഫ്രൈ ഉണ്ടാക്കി കൊടുത്തിരുന്നവനാ ഈ റോക്കി. ആ, അതൊക്കെ ഒരു കാലം. അയ്യോ, ദേ ഒരു ആന വിരണ്ടോടി വരുന്നു. ആനയോ? എന്റെ അമ്മച്ചിയെ! ആ വഴിയാണ് അവന്റെ വരവ്. ചേട്ടൻ വേഗം തോക്കെടുത്തോണ്ടും വാ. തോക്കോ? തോക്ക് തോക്കിലുണ്ടയില്ല. ഓ, അല്ലേലും ഉണ്ടയില്ലാത്ത വെടി ഒത്തിരി പൊട്ടിക്കുന്നുണ്ടല്ലോ. ശോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ചേട്ടൻ എന്താ ഒരു പേടി പോലെ? ഏയ്, പേടിയോ? എനിക്കോ? എനിക്ക് പേടിയൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ... അയ്യോ, ദേ ആന! അല്ല, ഇതെങ്ങോട്ടാ യാത്ര? ഈ റോക്കിച്ചേട്ടനെ പോലെ ഒരു പേടിത്തൊണ്ട്. അത് ആനയും കൂനയും ഒന്നുമല്ല. എന്താ കാർലോസ് എങ്ങാനും ഇങ്ങോട്ട് വന്നോ? കോളിൻസിനെന്താ ഒരു പരിങ്ങൽ? എങ്ങനെ പരങ്ങാതിരിക്കും? ഞാനല്ലേ കാർലോസിനെ അന്ന് ഉപദ്രവിച്ചത്. എന്നോട് പകരം വീട്ടാൻ വന്നതായിരിക്കും അയാൾ. നീ അങ്ങനെ പേടിക്കാതെ, ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ? ഇല്ല, ഞാൻ വല്ല വഴിക്കും പോവുകയാ. കാർലോസിന്റെ കണ്ണിൽപ്പെടാതെ ഈ കറുത്ത തുണി കൊണ്ട് മറിയുണ്ടാക്കി പോകുമ്പോഴാ ആ റോക്കി എന്നെ കണ്ട് പേടിച്ചരണ്ടത്. നല്ല ധൈര്യം തന്നെ റോക്കിച്ചേട്ടന്. സമ്മതിച്ചിരിക്കുന്നു. കറുത്ത തുണി കണ്ടതോടെ വിരണ്ടോടിയത് ചേട്ടനല്ലേ? തുണിയാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. തുണിക്കകത്ത് ആരാണെന്ന് അറിയാൻ ഞാനൊരു തന്ത്രം പ്രയോഗിച്ചതല്ലേ. ഇത് പൂവങ്കോഴി മുണ്ടുപതക്കുന്ന നൂറ്റാണ്ടാണ് റോക്കി ചേട്ടാ. അതെ, ഈ കോളിൻസ് പൂവൻ ഒരിക്കൽ കാർലോസിനെ ഹെലികോപ്റ്ററിൽ നിന്നും കൊത്തി താഴെയിട്ടു. ആ, ഈ കാർലോസ് കുറുക്കൻ ചെന്ന് വീണതോ ഒരു ലോറിയിൽ. അങ്ങനെ കുറുക്കന്റെ ശല്യം തീർന്നെന്ന് കരുതിയിരിക്കുമ്പോഴാ ഇഷ്ടൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. അതും സർവകലാവല്ലഭനായെന്നല്ലേ പറയുന്നത്? അതു ശരി. അപ്പോ ഈ ഗോൾഡൻ സിറ്റിയിലെ
സർവ്വ ജീവജാലങ്ങളുടെയും സംസാര വിഷയം കാർലോസ് ആണല്ലോ. പറഞ്ഞു നിൽക്കാൻ നേരമില്ല. ഞാൻ എവിടേക്കെങ്കിലും ഒളിച്ചോടാൻ തീരുമാനിച്ചു. എന്റെ പിടക്കുഴയും കുഞ്ഞുങ്ങളെയും നിങ്ങൾ കാര്യമായി നോക്കിക്കോണേ. ഏയ്, നീ പേടിക്കാതിരി. അവൻ എത്ര വലിയ വില്ലനാണെങ്കിലും ഈ ഗോൾഡൻ സിറ്റിയിൽ അവന്റെ വിളയാട്ടമൊന്നും നടക്കത്തില്ല. ടോമേ, നീ നമ്മുടെ കോളിൻസിനെ വീട്ടിൽ കൊണ്ടുപോയി മച്ചിൻപുറത്ത് മൂടിയിടും. അത് ശരിയാ. നമ്മുടെ വീട്ടിനകത്ത് കയറാനുള്ള ധൈര്യം ആ കുറുക്കനുണ്ടാവില്ല. നീ എങ്ങും പോണ്ട, ഞങ്ങളേറ്റു നിന്റെ കാര്യം. ധൈര്യമായിട്ട് വാ. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കാർലോസ് കുറുക്കൻ എന്തൊക്കെയാണെന്ന് അവന്റെ മാളത്തിൽ പോയി നോക്കാം. അയ്യോ, ഞാനില്ല. ഓ, ഇവന്റെ ഒരു കാര്യം. വാ, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. പണ്ടത്തെ പോലെ ഒരു ഉന്മേഷം ഒന്നും കിട്ടുന്നില്ലല്ലോ. വയസ്സും പ്രായമൊക്കെ ആയെന്നാ തോന്നുന്നേ. നടുവിനൊരു മോച്ചിപ്പിടുത്തം. ഇന്നെന്തായാലും ഒരു എലിസൂപ്പ് കഴിച്ചിട്ട് തന്നെ കാര്യം. പാൽ കൊടുത്തു വളർത്തിയ എലി, പഴം കൊടുത്ത് പാത്ത എലി, നാൻ തിരക്കും ചുണ്ടലി എന്നു വരും കച്ചേരിക്ക്. ചുണ്ടലി തിന്നും ഞാൻ, തിന്ന ഞാൻ, തിന്നും ഞാൻ. സർക്കസ് കൂടാരത്തിൽ നിന്നും മോട്ടോർ സൈക്കിൾ അഭ്യാസി കാർലോസ് കുറുക്കൻ അപ്രത്യക്ഷനായിരിക്കുന്നു. അത് കൊള്ളാലോ. ഈ പൂച്ച മനുഷ്യനെ പേടിപ്പിക്കുമല്ലോ. പത്രവും കയറി നശിച്ച സാധനം. എന്റെ ദൈവമേ, പശുച്ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ എന്റെ കഥ കഴിഞ്ഞേനെ. കാലത്ത് എന്തെങ്കിലും കുരിശ് മനസ്സിൽ ചിന്തിച്ചു കാണും. അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്.
എന്തു പറ്റി? എന്തു പറയാനാ, എനിക്കിപ്പൊ കഷ്ടകാലമാ. ഏയ്, അങ്ങനെയൊന്നും കരുതണ്ട. കരുതാതെ പിന്നെ എന്ത് ചെയ്യും? ഈ നേരം വരെ ഒന്നും കഴിച്ചിട്ട് പോലുമില്ല, ഒരു എലിസൂപ്പ് പോലും. അല്ല, ഒന്ന് ചോദിക്കട്ടെ, ഈ എലികളും പൂച്ചകളും തമ്മിൽ ഇത്ര ശത്രുത വരാൻ കാരണം എന്താ? അതൊരു കഥയാണ് തവളക്കുട്ട. കഥയോ? കേൾക്കട്ടെ കേൾക്കട്ടെ. അത് പറയാനുള്ള മൂഡിലല്ല ഞാൻ. ആദ്യം വിശപ്പിനുള്ള എന്തെങ്കിലും കണ്ടെത്തണം. തൽക്കാലം എന്റെ കൂടെ വന്ന ഒരു ഉണക്കമീൻ തരാം. ഇന്നലെ ഒരു കൊക്ക് എനിക്ക് തന്നു. മതി മതി, അത് മതി. തവളക്കുട്ട, നീ എപ്പോഴും വലിയ സന്തോഷത്തിലാണല്ലോ. എല്ലാവരെയും സഹായിക്കുകയും ചെയ്യുന്നു. എന്താണ് ഈ സന്തോഷത്തിന്റെ ഇത്ര വലിയ രഹസ്യം? അതിന്റെ രഹസ്യം ജോലി തന്നെ പറഞ്ഞല്ലോ. അതിന് ഞാനെന്ത് പറഞ്ഞു? എല്ലാവരെയും സഹായിക്കാൻ ഒരു മനസ്സുണ്ടായാൽ നമ്മളെയും സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. പിന്നെ വേണ്ടുവോളം സന്തോഷവും. അതാണല്ലേ കാര്യം. ഞാനും എല്ലാവരെയും സഹായിക്കണമെന്ന് വിചാരിക്കും, പക്ഷെ മനസ്സ് വരത്തില്ല. ഇനി പറ, പൂച്ചയും എലികളും തമ്മിലുള്ള ശത്രുതയുടെ കാരണം? അതായത് പണ്ട് പണ്ട് പല രാജ്യത്തെ രാജാക്കന്മാരെല്ലാം കൂടി ഒത്തുചേർന്ന് ഒരു സഭ കൂടി. എന്തിന്? അതായത് രാജാവിന്റെ കൽപ്പന പ്രകാരം രാജകൊട്ടാരത്തിനകത്തും എല്ലാ വീടുകളിലും മനുഷ്യരെ സഹായിക്കുവാനും ഭക്ഷണപദാർത്ഥങ്ങൾ സൂക്ഷിക്കുവാനുള്ള അവകാശം ഞങ്ങൾ പൂച്ചകൾക്ക് നൽകാൻ ഉത്തരവായി. ഓഹോ, എന്നിട്ടോ? ഈ രാജകീയ അംഗീകാരം അധികാരപത്രമായി രാജാവ് ഞങ്ങൾ പൂച്ചകൾക്ക് സമ്മാനിക്കുകയും ചെയ്തു. കൊള്ളാമല്ലോ. തവളക്കുട്ട, കേൾക്കണം. ആ സംഭവം സ്വാഭാവികമായിട്ടും എലികൾക്ക് പൂച്ചകളോടുള്ള അസൂയക്ക് കാരണമായി. ഓഹോ, അങ്ങനെയോ? പറ പറ. എങ്ങനെയെങ്കിലും പൂച്ചകളുടെ അധികാരപത്രം തട്ടിയെടുക്കണമെന്ന് എലികൾ യോഗം ചേർന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ ഒരു ദിവസം വളരെ തന്ത്രപരമായി ആരും അറിയാതെ അത് തട്ടിയെടുക്കുകയും ചെയ്തു. എന്നിട്ടവർ എന്ത് ചെയ്തു? നമ്മുടെ കസ്റ്റഡിയിൽ രാജാവിന്റെ വിലപ്പെട്ട അധികാരപത്രം ഇരിപ്പുണ്ട്. എന്നിട്ട് നമുക്കിതുവരെ ഒരധികാരവും കിട്ടിയിട്ടില്ല. വീട്ടിലൊരു സ്വാതന്ത്ര്യവുമില്ല. അത് നേടിയെടുക്കുക തന്നെ ചെയ്യണം. അതിനേക്കാൾ മുമ്പ് ഈ അധികാരപത്രം പൂച്ചകൾ തിരിച്ചു പിടിക്കാതിരിക്കാനുള്ള ഒരു ശാശ്വത മാർഗം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് ശരിയാ. പൂച്ചകൾ അത് തട്ടിയെടുക്കാൻ പഠിച്ച പണി 18 പയറ്റിക്കൊണ്ടിരിക്കുക. അവർക്കത് തിരിച്ചു കിട്ടാത്ത വിധം ആ രേഖ ഒളിച്ചു വെക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഇനി ഒരു കാരണവശാലും പൂച്ചകൾക്ക് ഇത് കൊടുക്കരുത്. അനുഭവമേറെയുള്ള ഞാനൊരു കാര്യം പറയാം. ഈ അധികാരപത്രം നമുക്ക് കടിച്ചേറി പങ്കിട്ട് തിന്നാം. ആരും പിന്നെ ഇത് എടുത്തോണ്ട് പോകുമെന്നുള്ള ഭയവും വേണ്ട. തൽക്കാലം നമ്മുടെ വിശപ്പും മാറും. കുറെ നാളുകൾക്ക് ശേഷം പൂച്ചകൾ വീണ്ടും സമ്മേളിച്ചു. അധികാരപത്രം സഭയിൽ ഹാജരാക്കുവാൻ സഭാ അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് ദുഃഖകരമായ സത്യം പുറത്തു വന്നത്. ആ രേഖ നഷ്ടപ്പെട്ടിരിക്കുന്നു. രോഷാകുലരായ പൂച്ചകൾ അന്വേഷണത്തിനിറങ്ങി. അധികാരപത്രം കട്ടെടുത്തത് എലികളാണെന്ന് അവർക്ക് മനസ്സിലായി. ശക്തമായ മൂഷിക ഗന്ധം അവിടമാകെ പരന്നിരുന്നു. അത് ശരി. എന്നിട്ട് പറഞ്ഞ്, നല്ല രസമുണ്ട് കേൾക്കാൻ. പിന്നെ പൂച്ചകൾ ഒന്നടങ്കം എലികളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു.
ആദ്യമൊക്കെ എലികൾ നുണ പറഞ്ഞ് തടി തപ്പാൻ നോക്കി. വ്യക്തമായ തെളിവുകൾ നടത്തി ചോദ്യം ചെയ്തപ്പോൾ എലികൾ തെറ്റുകൾ സമ്മതിച്ചു. അതുകൊണ്ട് എന്ത് ഫലം? അതെ അതെ, തിന്നു തീർത്ത രേഖകൾ ആര് വിചാരിച്ചാലും തിരിച്ചു തരാൻ കഴിയില്ലല്ലോ. അത് ശരി. അപ്പോൾ അന്നു തുടങ്ങിയതാണല്ലേ പൂച്ചകൾക്ക് എലിയോടുള്ള പകയും ശത്രുതയും? തവളക്കുട്ട, നീ തന്നെ പറ. ഞങ്ങളുടെ അധികാരപത്രം വെട്ടിവിഴിഞ്ഞായ എലിക്കുട്ടന്മാരെ കൊന്നൊടുക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ? നീ പറഞ്ഞ കഥ മുഴുവനും ആയില്ലോ ജൂലി. ആഹാ, എങ്കി ബാക്കി കഥ ജിമ്മി അങ്കിൾ പറയൂ. ബാക്കി കഥയല്ല, കഥയുടെ ആദ്യ ഭാഗമാണ് ഈ നുണച്ച് പറയാതിരുന്നത്. അത് ശരി. എന്നാ പറയൂ, കഥയ്ക്ക് നല്ല സസ്പെൻസ് ഉണ്ട്. പണ്ട് നമ്മുടെ ഭൂമിയുടെ നല്ല കാലത്ത് ലോക ചക്രവർത്തിമാർ ഒരു സഭ കൂടി. ആ സഭ ഏറെ ദിവസം ചർച്ച ചെയ്ത് മനുഷ്യന് ഏറ്റവും ഉപകാരമുള്ള ജന്തു നായ്ക്കളാണെന്ന് കണ്ടെത്തി. അത് ശരി. കേൾക്കട്ടെ. അമ്പടി അവിടെ നില്ലടി. അങ്ങനെ നായ്ക്കൾക്ക് ചില വിശിഷ്ട അവകാശങ്ങൾ നൽകാൻ അവർ തീരുമാനിച്ചു. മനുഷ്യർ പോകുന്നിടത്തെല്ലാം അവനെ അകമ്പടി സേവിക്കാനും അവരുടെ കൊട്ടാരവും പറമ്പും വീടും കാത്തു സൂക്ഷിക്കുവാനും അവനെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുവാനുള്ള അവകാശമാണ് രാജകീയ അധികാരം വഴി ഞങ്ങൾ നായ്ക്കൾക്ക് ലഭിച്ചത്. അങ്ങനെയാണോ? ഞങ്ങളുടെ വിലപ്പെട്ട അധികാരപത്രമാണ് ഈ ദുഷ്ടന്മാർ തട്ടിയെടുത്തത്. അത് കൊള്ളാമല്ലോ. ഒടുവിൽ എലികൾ കരണ്ട് തിന്നു കളഞ്ഞല്ലോ ആ നിധി. അപ്പോൾ നീ തന്നെ പറ, ഈ ചതിയൻ പൂച്ചകളുടെ വർഗത്തെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വെട്ടുകളയാങ്കിൽ പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിച്ചോളും. അമ്പട മരമാക്കറി, അപ്പോൾ ഞങ്ങൾ പൊട്ടന്മാരാണെന്നാണ് നീ പറഞ്ഞു വരുന്നത്? സത്യമായിട്ടും അങ്ങനെയല്ല, ഞാനൊരു പഴമൊഴി പറഞ്ഞതാ. എന്തായാലും ഞാനിപ്പോ ഇവളെ വെറുതെ വിടുന്നു. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. സ്വയം വീമ്പ് പറയുന്നവൻ ഒടുവിൽ അപഹസിക്കപ്പെടുമെന്ന്. Tom and Tuna.